يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي أمل القلم به سوى محبتك العظمى وإيماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ പണ്ഡിതന്മാർ, ഈ മഹല്ലത്തിൻ്റെ കാരണവന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരീ സഹോദരങ്ങളെ, വളരെ മുബാറക്കായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. എല്ലാ ദിവസവും ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ബുറദയുടെ മജ്ലിസിൻ്റെ വാർഷികമാണ് യഥാർത്ഥത്തിൽ ഈ മജ്ലിസ്. ആ ബുറുദ ഈ മജ്ലിസിൽ ഖത്മ് ചെയ്തു എന്നുള്ളത് അതിൻ്റെ രണ്ടാമത്തെ ഒരു ഗുണമാണ്. അതിനു പുറമെ അങ്ങകലെ മദീനത്തന്തി ഉറങ്ങുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടത്തെക്കുറിച്ചുള്ള അപദാന കീർത്തനങ്ങൾ, അതുകൊണ്ട് ധന്യമായ മജ്ലിസാണിത്. ആ കീർത്തനങ്ങളുടെ വരികളിലൂടെ നമ്മൾ മദീനയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സാന്നിധ്യമുള്ള മനസ്സോടെ നിൽക്കുന്ന നിങ്ങളെ മുന്നിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കു തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും എല്ലാം ഒന്നുകൂടെ ചേർത്ത് വെച്ച് മദീനത്തേക്കൊരു സലാമും സ്വലാത്തും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. പ്രവാചകരെ കുറിച്ച് പറയുന്ന മജ്ലിസിൽ മുഷിപ്പുണ്ടാകുക എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അസറ മുതലേ ആരംഭിച്ച ഈ സദസ്സിന് നല്ല ദൈർഘ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന് വിചാരിച്ച് പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ ദുആ അടക്കം ഇൻഷാ അല്ലാഹ് 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ തീർക്കും എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ആമുഖമായി പറയാനുള്ളത്, നമ്മളാരും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ പരിസരത്ത് നമ്മുടെ പൂർവ്വപിതാക്കൾ അന്തിയുറങ്ങുന്ന മഖ്ബറയുടെ ഓരത്ത് അവരെയെല്ലാം സ്മരിച്ചും അവർക്കിടെ പാരത്രികമായ ലോകത്തിൻ്റെ മോക്ഷം കൊതിച്ചും നമ്മൾ ഈ സദസ്സിലിരിക്കുമ്പോൾ നമ്മൾ ഇവിടെയല്ല ഇരിക്കുന്നത് എന്ന ബോധ്യമാണ് ഖൽബിൽ ഒന്നാമതുണ്ടാകേണ്ടത്. സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവും, പിന്നെ ഈ ഭൂമിക്ക് മുകളില്ലാതെ പിന്നെ എവിടെ ഇരിക്കുന്നത്? ശരീരം ഇവിടെയാണ് എന്ന് സമ്മതിക്കാം.
പക്ഷേ ശരീരത്തിന് പോലും പ്രസക്തി നൽകുന്നത് ആത്മാവ് കൊണ്ടാണ്. ആ ആത്മാവിനെ ഇവിടെയല്ല നമ്മൾ കൊണ്ടുപോയി വെക്കേണ്ടത്. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മനസ്സൊന്ന് മാറുക. വേറെ ചിന്തകളൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ എത്ര സമയം ഞാൻ സംസാരിക്കും, അപ്പോൾ എപ്പോഴാണ് തീരുക എന്ന ആലോചനയും ആവശ്യമില്ല. നമ്മുടെ എല്ലാ ചിന്തയും ഒരേ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കപ്പെടണം. നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ആ ഒരു കേന്ദ്രത്തിലേക്ക് ബന്ധിക്കപ്പെടണം. അങ്ങനെ സംസാരിക്കണമെന്നും അങ്ങനെ സംസാരത്തെ നിങ്ങൾ കേൾക്കണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു ആ അർത്ഥത്തിലുള്ളൊരു വിസ്വാല് മദീനയിലേക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സ് അങ്ങകലെ മദീന മുനവ്വറയിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് കാണുന്നുണ്ട്, സംശയം വേണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതം ഖൈറാണ്, എൻ്റെ വഫാത്തും ഖൈറാണ്. ആ നിലക്ക് പറഞ്ഞിട്ട് പ്രവാചകർ പറഞ്ഞത് തുറദു അലൈഹി അഅമാലുക്കും, നിങ്ങളെ അമലുകൾ എന്നിലേക്ക് വെളിവാക്കപ്പെടുമെന്ന്. ജീവിതകാലത്ത് പുണ്യപ്രവാചകരിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രദർശിക്കപ്പെടുന്നുവെങ്കിൽ അവിടെ തന്നെ വഫാത്തിനു ശേഷവും നമ്മുടെ പ്രവർത്തനങ്ങൾ അറിയാനും അനുഭവിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഏറെ ഇഷ്ടപ്പെട്ട അടിമയായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. വസയറല്ലാഹു അമലക്കും വറസൂലു, ഖുർആൻ അത് ഓർമ്മപ്പെടുത്തി. ഞാനത് വിശദീകരിക്കുന്നില്ല. നമ്മുടെ മനസ്സ് മദീനയിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. അല്ലാഹുവും അവൻ്റെ തിരുദൂതരും നിങ്ങളെ പ്രവർത്തനങ്ങൾ കാണുന്നു എന്ന് ഖുർആൻ പറഞ്ഞിടത്ത് ജീവിതകാലത്ത് എന്ന് വിശേഷിപ്പിച്ചില്ല. ഒറ്റ മുഫസ്സിറും അങ്ങനെ പറഞ്ഞില്ല. അതിന് ജീവിതകാലം എന്ന മാനദണ്ഡം വെച്ചില്ല. ജീവിതത്തിനു ശേഷവും വഫാത്തിനു ശേഷവും അവിടുന്ന് അറിയും. അങ്ങനെയെങ്കിൽ ഈ സദസ്സ് മദീനയിൽ നിന്ന് കാണാനുള്ള കഴിവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു എന്നെ എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളെ മനസ്സിൽ അങ്ങനെയൊന്ന് ഇമേജ് ചെയ്തു നോക്കൂ. പോകട്ടെ, അത്രയൊന്നും വേണ്ട, അത്രയൊന്നും വേണ്ട. നമ്മൾ തൊട്ടു മുന്നിൽ കേരളയാത്രയുടെ സ്വീകരണ ഗാനമാണ് കേട്ടുപോയത്. ആര് വരുമ്പോഴാണ്? അഹ്ലുസുന്നയുടെ ആദർശ വഴിയിൽ അജയ്യമായ നേതൃത്വം നൽകിയ, ഈ ഉമ്മത്തിന് ലോകോത്തരമായ അഡ്രസ് ഉണ്ടാക്കിയ, ഒരുപാട് നിലാരംബരെ കൈപിടിച്ചു ചേർത്തു നിർത്തിയ, ആദർശ വഴിയിൽ വലിയ വിപ്ലവങ്ങൾ തുറന്നുവച്ച, കാലത്തിന്റെ ഇതിഹാസമായി മാറിയ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമയുടെ വരവിനോട് ചേർന്നുകൊണ്ട് നമ്മളൊന്ന് സങ്കല്പിക്കുക. ആ ഉസ്താദ് നമ്മളിലേക്ക് വരുന്നു, നമ്മളിലേക്ക് കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താകും? നമ്മുടെ സദസ്സിന്റെ അവസ്ഥ എന്താകും എന്നാലോചിച്ചാൽ മതി. ഈ അവസ്ഥയല്ല ഉണ്ടാകുക. നമ്മൾ അടക്കം പിടിച്ച് സാഗൂതം ആ ഉസ്താദ് അവരുടെ വരവിനെ ശ്രദ്ധിച്ചിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ കൺവട്ടത്തുകൂടെ നടന്നു പോകുന്ന നമ്മുടെ ഒരു നേതൃത്വത്തോടുള്ള ആദരവും സ്നേഹവും ആഭിമുഖ്യവുമെങ്കിൽ ആ ഉസ്താദ് അടക്കം ഇൽമിന്റെ വടിയിൽ നമുക്ക് സൂര്യ തേജസ്സായി വരാൻ സബബായ സർവാദി പ്രകാശങ്ങളുടെയും വടി തുറന്ന, ലോകങ്ങളുടെ സൃഷ്ടിപ്പിന് മുമ്പേ ഏറ്റവും പ്രോജ്വലിക്കുന്ന പ്രകാശമായി നിലനിന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്കൊന്ന് ശ്രദ്ധിക്കുന്നു, നമ്മളെ ഒന്ന് നിരീക്ഷിക്കുന്നു, നമ്മെ ഒന്ന് വിലയിരുത്തുന്നു എന്ന് വരുമ്പോൾ എത്രമാത്രം നമ്മുടെ ഖൽബിന്റെ അവസ്ഥ മാറണം, ശരീരത്തിന്റെ അവസ്ഥ മാറണം, നമ്മുടെ ഇരുത്തവും നമ്മുടെ അനക്കവും എത്രമാത്രം അതവോടെയാകണം. ഈ ഒരർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ അങ്ങകല മദീന മുനവ്വറയിൽ നിന്ന് ലോകത്തിന്റെ നേതാവിന്റെ തിരുനോട്ടത്തിന് വടിയൊരുങ്ങാൻ അതിന് സാഹചര്യമുള്ളൊരു സദസ്സിലിരിക്കുമ്പോൾ വിശ്വാസി സഹോദരങ്ങളെ, മഹബ്ബത്തിന്റെ മനസ്സോടെ
സ്നേഹാദരവോടെ മദീനയിലേക്ക് സ്വലാത്ത് സലാമിന്റെ വചനങ്ങൾ ഉരുവിട്ടിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആദരവ് കാണിക്കാൻ, സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് ഈ സദസ്സിൽ വെച്ച് കഴിയേണ്ടതുണ്ടല്ലോ. നമ്മുടെ ഈ സദസ്സും അവിടത്തേക്ക് കാണിക്കപ്പെടുന്നതാണ് എന്ന് മാത്രമല്ല, പ്രവാചകരെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ സദസ്സിലിരിക്കുന്നത്. അവിടത്തേക്ക് ഒരുപാട് സ്വലാത്ത് സലാമുകൾ ചൊല്ലിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനിയും അവിടുത്തെ നാമങ്ങൾ കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആവർത്തിച്ച ആവേശത്തോടെ പറയാനാണ് നമ്മൾ ഈ സദസ്സിലിരിക്കുന്നതെങ്കിൽ പറയട്ടെയോ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ച വാചകമല്ലയോ? മഹാനായ പ്രവാചകർ പഠിപ്പിക്കുകയാണ്, ഇന്നലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർളി. തീർച്ചയായിട്ടും ഭൂമി ലോകത്ത് വിഹരിക്കുന്ന ഒരു പറ്റം മലായികത്തുകളുണ്ട്. ഈ ഭൂമിയിൽ എല്ലായിടങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള അനുമതിയോടെ, ആ കഴിവോടെ ഈ ഭൂമി ലോകത്തേക്ക് വരുന്ന ഒരു പറ്റം മലായികത്തുകളുണ്ട്. ആ മലായികത്തുകളെ പണി എന്താണെന്നറിയോ? അവരെന്തിനാണ് ലോകം മുഴുവനും സഞ്ചരിക്കുന്നത്? അവര് വെറുതെയുള്ള സഞ്ചാരമല്ല. യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം. അവരെ ആകെയുള്ള ഡ്യൂട്ടി എന്താണ്? യുബല്ലിഗൂനി, എന്നിലേക്ക് അവരെത്തിക്കുകയാണ്. മിൻ ഉമ്മത്തി, എൻ്റെ അനുയായികളിൽ നിന്ന്, എൻ്റെ ഉമ്മത്തുകളിൽ നിന്ന്. എന്താണ് അവരെത്തിക്കുന്നത്? അസ്സലാം, എന്നിലേക്ക് എൻ്റെ അനുയായികൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്ന് സലാം പറയുന്നുവോ, സ്വലാത്ത് ചൊല്ലുന്നുവോ, ആ സലാമിനെ ആ സമയത്തു തന്നെ തിരുനബിയുടെ സവിധത്തിലേക്ക് കൈമാറ്റം ചെയ്യാൻ മാത്രം ഡ്യൂട്ടിയുള്ള ഒരു പറ്റം മലായികത്തുകൾ ഭൂമിയിൽ മുഴുവനും വിഹരിക്കുന്നു. പറയുന്നത് ഞാനല്ല, സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ മലായികത്തുകൾക്ക് ഈ സദസ്സിലേക്ക് വരാൻ തടസ്സമില്ല. അവർക്ക് സഞ്ചാരത്തിന് പ്രത്യേക വാഹനങ്ങൾ ആവശ്യമില്ല, പ്രത്യേക സംവിധാനങ്ങൾ ആവശ്യമില്ല. എത്രയും അകലങ്ങളിൽ സഞ്ചരിക്കാൻ അവർക്ക് കഴിവുണ്ട്. സർട്ടാവതിന് അവസരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണവര്. ആ മലായികത്തുകളും അതേ മുത്തുനബിയെ കുറിച്ച് പറയുന്ന, അവിടുത്തെ മേൽ സലാം പറഞ്ഞേക്കുന്ന സദസ്സന്വേഷിച്ചു വരുമെന്നു പറഞ്ഞാൽ ഈ സദസ്സും അവർക്ക് പ്രാപ്യമാണല്ലോ, അവരറിയുന്നതാണല്ലോ. ഇവിടെ നിന്ന് ഞാനും നിങ്ങളും അവിടുത്തേക്കൊരു സലാം പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുച്ചരിക്കുമ്പോൾ അതിൽ സ്വലാത്തുണ്ട്, സ്വല്ലല്ലാഹു വസല്ലം സലാമുമുണ്ട്. ആ സ്വലാത്ത് സലാമിനെ ആ സമയത്തു തന്നെ മലായികത്തുകൾ മദീന മുനവ്വറയിൽ അന്തിയുറങ്ങുന്ന ലോകത്തിൻ്റെ നേതാവിൻ്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നല്ലേ. അങ്ങനെയെങ്കിൽ ഈ സദസ്സ് വെറുതെയുള്ള സദസ്സല്ല, ഇത് നിഷ്ക്രിയമായി ഇരിക്കാനുള്ള സദസ്സല്ല, ഇത് ആവേശത്തോടെ പ്രതികരിക്കാനുള്ള സദസ്സാണ്. പുണ്യപ്രവാചകരെ കുറിച്ച് കേൾക്കുമ്പോഴേക്ക് ഹൃദയവസന്തത്തോടെ ശരീരത്തിൻ്റെ ക്ഷീണത്തെ മറന്നുകൊണ്ട് അവിടത്തേക്ക് ആവർത്തിച്ച് സ്വലാത്ത് സലാമുകൾ ചൊല്ലിയിട്ട് മദീനത്തേക്ക് കണക്ഷൻ ലഭിക്കുന്ന സദസ്സാണ്.
വരുമോ ഇലാ റസൂലില്ലാഹ്. സയ്യിദുനാ റസൂലുള്ളാഹി. സലാത്തിന് കുറച്ചുകൂടെ ആവേശമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. മദീന മുനവ്വറയുടെ പരിസരത്തേക്ക് നമുക്കൊന്ന് ചലിച്ചു നോക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അവിടുത്തെ ഇഷ്ടം വെച്ചുകൊണ്ട് ആത്മാവിനെ പറഞ്ഞേക്കുന്ന എത്രയെത്ര നല്ല മുഹിബ്ബുകളാണ്, ആശിക്കുകളാണ്, മാദിഹീങ്ങളാണ്. പറഞ്ഞാൽ ഒരുപാട് ദീർഘിച്ചു പോകും. ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാനായ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് മുത്തുനബിയോട് ആത്മബന്ധം സ്ഥാപിച്ചതെങ്ങനെയാണ്? എനിക്ക് ആ പുണ്യപ്രവാചകരെ നേരിട്ട് അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ, അവിടുത്തെ കാണാനും അവസരം കിട്ടിയില്ലല്ലോ, അവിടുത്തെ കരം ഗ്രഹിക്കാനും ഭാഗ്യം ലഭിച്ചില്ലല്ലോ, അവിടുത്തെ പാദമൊന്ന് പിടിച്ച് ചുംബിക്കാനും എനിക്ക് അവസരമുണ്ടായില്ലല്ലോ. ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ വഫാത്തിനു ശേഷം നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ജീവിച്ച മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങള് അതേ മുത്തുനബിയിലേക്ക് വിസ്വാല് കിട്ടാനുള്ള വഴിയായി കണ്ടതിൽ ഒന്നെന്താണ്? അവിടുത്തെ പാദം പിടിക്കാൻ അവസരം കിട്ടാത്ത എനിക്ക് അവിടുത്തെ പാദത്തിൽ പതിഞ്ഞ പാതുകത്തെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചാലോ? അവിടുത്തെ നാലിനെ കുറിച്ച് പറയുന്ന ഹദീസുകളെ മുഴുവനും ക്രോഡീകരിച്ചിട്ട് മഹാനവറുകൾ ചെയ്യുന്ന പണി എന്താണ്? ആ ഹദീസിന്റെ വെളിച്ചത്തിൽ അവിടുത്തെ ചെരുപ്പിന്റെ രൂപത്തെ കൃത്യമാക്കുകയാണ്. ഹയാത്ത് കാലത്ത് ആ പാദം പിടിക്കാൻ അവസരം കിട്ടാത്ത എനിക്ക് അവിടുത്തെ പാദത്തിൽ പതിഞ്ഞ ചെരുപ്പിനെ കുറിച്ച് പറഞ്ഞു വെച്ച വചനങ്ങള് കോർത്തു വെച്ചിട്ട് അതിൻ്റെ ഒരു ചിത്രം രൂപപ്പെടുത്തിയാലോ? എന്നിട്ട് ഞാനതൊന്ന് എൻ്റെ ശരീരത്തോട് ചേർത്തു വെച്ചാലോ? ഇങ്ങനെ ചിന്തിച്ച് രൂപപ്പെടുത്തിയല്ലോ കിടന്നുറങ്ങുന്ന പ്രൈവറ്റ് റൂമിന്റെ ചുമരിൽ ആ ചിത്രം പതിച്ചിട്ട് അതിലേക്കൊരു ചരട് ചേർത്തു വെച്ചിട്ട് എല്ലാ നാളും എൻ്റെ മുത്തുനബിയിലേക്ക് എനിക്കൊരു ചേർച്ച വേണം, ഒരു ബന്ധം കിട്ടണം. ആ ബന്ധം എങ്ങനെയാണ്? അവിടുത്തെ പാതുകത്തിൻ്റെ കീഴേ എൻ്റെ കവിൾത്തടമൊന്ന് ചേർത്തു വെക്കാൻ പറ്റിയാലോ? ഇത് കൊതിച്ചിട്ട് അവിടുന്ന് ചെയ്ത പണിയാണ്. ആ ചരട് തൻ്റെ തലയിണയുടെ ഭാഗത്തേക്ക് വെച്ചിട്ട് ആ ചരട് കവിൾത്തടത്തിലേക്ക് ചേർത്തു വെച്ചിട്ട് രാത്രി ഉറങ്ങുമ്പോഴും മദീനയോടൊരു കണക്ഷൻ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരാത്മബന്ധം. ഇങ്ങനെയാണല്ലോ ലോകത്തു മഹാന്മാരായ ആളുകൾ അവിടുത്തോട് മുത്തുനബിയോട് ആത്മബന്ധം കാണിച്ചതിൻ്റെ രീതിയും സ്വഭാവവും എന്ന് പറയുന്നത്. എത്രയെത്ര കാര്യങ്ങളുണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഭാഗമായി. അതേ വികാരത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള്
തൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് അതാ നാട്ടിലെ മണൽത്തരിയെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഈ നാട് മദീനയുടെ നാടല്ല, എന്നാൽ ഈ നാടിന് മുത്തുനബിയുടെ മദീന എന്ന നാട്ടിനോട് ഈ മണൽത്തരിക്ക് കണക്ഷൻ ഉണ്ടല്ലോ. പുണ്യപ്രവാചകർ അന്തിയുറങ്ങുന്ന മദീനയോട് കണക്ഷനുള്ള എൻ്റെ നാട്ടിലുള്ള മണൽത്തരിയല്ലേ, ആ മണൽത്തരിയൊന്ന് ചുംബിച്ചിട്ട് സലാം മദീനയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഹബീബിനോട് ആത്മാവ് കൊണ്ട് സല്ലപിക്കുന്ന ആശിഖീങ്ങളാണ്, മുഹിബ്ബുകളാണ്, മാദിഹീങ്ങളാണ്. അതേ ചരിത്രത്തിലെമ്പാടും അങ്ങനെ കാണാം. ഓ മുഅ്മിനീങ്ങളെ, അവരുടെ വഴിയെ പിന്നാലെ നിന്നുകൊണ്ട് നമ്മളും ഈ സദസ്സിൽ നിന്ന് മദീനയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇത് ശഅബാനാണ്, ഇത് മുത്തുനബിയുടെ മാസമാണ്, ഹബീബിന് ഇഷ്ടമുള്ള മാസമാണ്. ശഅബാനു ശഹരി, ഈ മാസം എൻ്റെ മാസമാണല്ലോ. ആ നിലക്ക് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായി റബ്ബ് തആല സംവിധാനിച്ച മാസം, ആ മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. എന്താണിത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാകാനുള്ള കാരണമെന്നറിയുമോ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വല്ലാതെ ആദരിച്ച മാസമാണ്, സാന്ത്വനപ്പെടുത്തിയ മാസമാണ്, ചേർത്തു നിർത്തിയ മാസമാണ്. അതേ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖിറത്തുല്ലാഹി മിനശ് ശുഹൂരി ശഹ്റു റജബ് വഹുവ ശഹ്റുല്ലാഹ് من أظلم شهر الله رجب فقد أظلم أمر الله ومن أظلم أمر الله أدخله جنات النعيم. റജബിന്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ശേഷം പറയാണ്, ശഅബാൻ എൻ്റെ മാസമാണ്. ആരെങ്കിലും ആ ശഅബാനിനെ ബഹുമാനിച്ചാൽ ഫഖദ് അള്ളമ അംരി, എന്റേതായ കൽപ്പനയെയും എൻ്റെ കാര്യങ്ങളെയുമാണ് അതേ അങ്ങനെയുള്ളവരാദരിച്ചത്. വമൻ അള്ളമ അംരി കുന്തു ലഹു ഫറതൻ വദഖൂറൻ യൗമൽ ഖിയാമ, എന്നെ വിചാരിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ മാസത്തെ ആദരിച്ചാൽ, എൻ്റെ കൽപ്പനയോട് ചേർന്നു നിന്നുകൊണ്ട് എൻ്റെ കാര്യങ്ങളെ നിങ്ങൾ പരിഗണിച്ചാൽ അവരോട് പറയാനുള്ളത് എന്താണ്? അവർക്ക് ഞാനുണ്ട്. എവിടെയാണുള്ളത്? അതേ ഖിയാമത്ത് നാളിൽ അവർക്ക് സമ്പാദ്യമായി, ആശ്വാസമായി, സമാധാനമായി ഞാനുണ്ടാകുമെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ശഅബാനിനെ ആദരിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ
അത് ഹബീബിനോടുള്ള ആദരവാണ്, ബഹുമാനമാണ്. അത് നിർവഹിച്ചാലോ അല്ലാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് വേണ്ടി കാത്തു കഴിയുന്നുണ്ട്, നമുക്ക് വേണ്ടി സമ്പാദ്യമായുണ്ട്, നമുക്ക് വേണ്ടി യഥാർത്ഥത്തിലുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള അവലംബമായുള്ളതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതെ, ഇത് ശഅബാനിന്റെ ഒരു മഹത്വമാണ് മുത്തുനബിയോട് ചേർന്ന് വെച്ചിട്ട്. ഇത് മാത്രമല്ല, അല്ലാഹു അവന്റെ ഹബീബിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വ്യത്യസ്തങ്ങളാകുന്ന കാര്യങ്ങൾ ഈ മാസത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽപ്പെട്ട ഒന്നാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ആദ്യകാലത്ത് ഖിബിലയായി തിരിഞ്ഞു നിന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അവിടുത്തെ ജന്മത്തിന് സാക്ഷിയായ മക്ക, അവിടുന്ന് ജീവിച്ചു തുടങ്ങിയ വിശുദ്ധമായ കഅബാലയം, അതിൻ്റെ പരിസരം, ആ കഅബാലയത്തോട് വല്ലാത്ത ഇഷ്ടമാണ്. ആ കഅബാലയത്തെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ കൽബിൽ ഒരാഗ്രഹമുണ്ട്, ആ കഅബാലയം ഖിബ്ലയായാലോ, കഅബാലയം ഖിബ്ലയായാലോ. ഈ ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരത്തിന് സാക്ഷിയായ മാസമേതാണ്? അല്ലാഹു അവന്റെ ഹബീബിന് കൊടുക്കുന്ന ഔദാര്യങ്ങളാണ്. ഹബീബിന് വേണ്ടി പടച്ച റബ്ബ് ഒരുക്കി വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. ഫഹുവല്ലദീ തമ്മമ നഹു സൂറത്തുഹു ثم اصطفاه حبيبا بارئ النسمي. ചെല്ലു മദീനത്തേക്ക് ഒരു സ്വലാത്ത് മൗലായ. للخلق كلهم അവിടുന്ന് എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയുള്ളവരാണ്. വ്യക്തിപ്രഭാവത്തിൻ്റെ വഴികളെക്കുറിച്ച് വിലയിരുത്തുമ്പോഴും ആകാര സൗഷ്ഠവത്തിൻ്റെ മാനദണ്ഡങ്ങളെ പരിഗണിക്കുമ്പോഴും അനുഗ്രഹീതരായ പ്രവാചകർ യഥാർത്ഥത്തിൽ 100%. ഇനിയോ അവിടത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പിടുത്തം കിട്ടാത്തൊരു ലോകമുണ്ട്, കൃത്യത പറയാൻ കഴിയാത്തൊരു തലമുണ്ട്, എന്തൊക്കെയാണുള്ളതെന്നറിയാത്ത കാര്യങ്ങളുണ്ട്. ആ കാര്യം എന്താണ്? സുമ്മസ്തഫാഹു ഹബീബൻ ബാരിഉൻ നസമി. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന പടച്ച റബ്ബിന്റെ ഹബീബാണെന്ന സെലക്ഷൻ ലഭിച്ചാൽ ഹബീബിന് മഹബൂബ് കൊടുക്കുന്ന സ്ഥാനം എന്താണ്? പരിഗണന എന്താണ്? പവിത്രത എത്രയാണ്? ഔദാര്യങ്ങൾ എന്താണ്? പറയാൻ കഴിയുമോ? നിശ്ചയിക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല, സാധ്യമല്ല. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദുൽ ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, പാടിയത്, ഫകൈഫ യുദ്രികു ഫി ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസൽ ലൗ അൻഹു ബിൽ ഹുലൂമി. ചെല്ല മൗലായ لمدائي
من أبدا على حبيبك خير الخلق كلهم. ആർക്കാണ് ഭൂമി ലോകത്ത് വെച്ച് ലോകപ്രഭുവായ മുത്തുനബിയെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയത്? മുത്തുനബിയോടൊപ്പം ഇഷ്ടപ്പെട്ട ഭാര്യയായി ജീവിച്ച ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഫാത്തിമത്തു ഖിത്അത്തു കബ്ദി, കരളിന്റെ കഷ്ണമായ പൊന്നുമോളാകുന്ന ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ മഹദിക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. പുണ്യപ്രവാചകരുടെ ഇഷ്ടകൂട്ടുകാരനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടുണ്ടോ? അതുമില്ല. ചെറിയ പ്രായത്തിലെ പ്രവാചകരോടൊപ്പം ജീവിച്ചു വളർന്നിട്ടുള്ള മഹതമഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടുണ്ടോ? അതുമില്ല. മുത്തുനബിക്കു വേണ്ടി തൻ്റെ ജീവൻ തന്നെ സമർപ്പിച്ചിട്ടുള്ള സ്വന്തം പിതാവും മാതാവും അന്വേഷിച്ചു നടന്നിട്ട് കാണാത്തതിൻ്റെ പേരിൽ കൽബ് പൊട്ടിയിട്ട് കണ്ണുനീര് ഒലിപ്പിച്ചിട്ട് കണ്ണുനീര് വറ്റിപ്പോയിട്ട് പ്രയാസത്തോടെ നിൽക്കുമ്പോൾ, നിരാശയുടെ മനസ്സോടെ നിൽക്കുമ്പോൾ, അതേ ആ നിരാശയുടെ മനസ്സോടെ നിൽക്കുമ്പോൾ, മകനെ കാണാത്തതിൻ്റെ മനോവ്യതയിൽ തളർന്നുപോയിരിക്കുമ്പോൾ, അപ്പോഴാണ് കഅബാലയത്തിൻ്റെ പരിസരത്തേക്ക് ഹാരിസ് എന്നതാ സെയ്ദ് എന്നവരുടെ പിതാവിൻ്റെ നാട്ടുകാർ അവിടെ തവാഫ് ചെയ്യാൻ വന്നു നിൽക്കുമ്പോൾ, ക്ഷാമം ബാധിച്ച സമയത്ത് കുടുംബത്തിൽ നിന്ന് എവിടെ നിന്നോ നഷ്ടപ്പെട്ട് അവസാനം അടിമയായി മാർക്കറ്റിൽ വിൽക്കപ്പെട്ട് അത് ഖദീജ ബീവിയുടെ കയ്യിലെത്തിയിട്ട് അത് മുത്തുനബിയുടെ ഖാദിമായിട്ട് പരിസരത്തു നിൽക്കുന്ന പൊന്നുമോനാണ് സെയ്ദ് ഇബ്നു ഹാരിസ. ആ സെയ്ദ് എന്ന പൊന്നുമോൻ കഅബാലയത്തിന്റെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഹാരിസ് എന്നവരുടെ നാട്ടുകാര്, സെയ്ദ് എന്നവരുടെ നാട്ടുകാര് കഅബാലയത്തിന്റെ മുന്നിൽ അതേ ചുറ്റും തവാഫ് ചെയ്യാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ളത്. ആ തവാഫിന്റെ ഇടയ്ക്കാണ് സെയ്ദിനെ കാണുന്നത്. ഇത് ഹാരിസിന്റെ മകനല്ലയോ? അതേ, കണ്ടവർക്ക് മനസ്സിലായി അത് ഹാരിസിന്റെ മകനാണെന്ന്. സെയ്ദ് എന്ന മകനും മനസ്സിലായി ഇതെന്റെ നാട്ടുകാരാണെന്ന്. അവരാരാധനകളൊക്കെ നിർവഹിച്ചു പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ അതേ ആവേശത്തോടെ ഹാരിസ് എന്നവരുടെ പരിസരത്തു ചെന്നിട്ട് പറയുന്നു, നിങ്ങളെ പൊന്നുമോൻ മക്കയിലുണ്ട്, മുഹമ്മദിന്റെ പരിസരത്തുണ്ട് എന്ന വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് ഹാരിസും അതേ തൻ്റെ സഹോദരനായ കഅബ് എന്നവരും രണ്ടുപേരും ഒരുമിച്ച് മക്കയെ ലക്ഷ്യം വെച്ച് വന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലണഞ്ഞത്, മകനെ കിട്ടാൻ ആവശ്യപ്പെട്ടത്. അപ്പോഴാണ് ലോക ഗുരുവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പൊന്നുമോന് കൊടുക്കാൻ ഒരുക്കമാണ്. ശരി, പക്ഷേ അവരോട് പറഞ്ഞു പണമെന്തു വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് വേണ്ട, ഒരു കാര്യം ചെയ്യാം, അവനെ വിളിച്ചിട്ട് അവന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ അവസരം കൊടുക്കാം. നിങ്ങളെ കൂടെ പോരാനാണോ? അങ്ങനെ ആയിക്കോട്ടെ
എന്റെ കൂടെ നിൽക്കാനാണോ? എങ്കിൽ അങ്ങനെയാകട്ടെ, ഈ 2 ചോയ്സും കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അനുമതി കൊടുത്തപ്പോൾ ലോകാനുഗ്രഹിയായ പുണ്യപ്രവാചകരുടെ സ്നേഹവർമ്മസ്രണമായ അതേ പെരുമാറ്റം അനുഭവിച്ച പ്രിയപ്പെട്ട സയ്യിദ് എന്ന പൊന്നുമോൻ പറയുന്നു, ഒരു തറദ്ദുതുമില്ലാതെ, ഒരു സാവകാശവും കാണിക്കാതെ പൊന്നുപ്പയാണ് മുന്നിൽ വന്നു നിൽക്കുന്നത്. ശരി, ആ ഉപ്പയെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ടുണ്ട്, ശരിയാണ്. ഉപ്പയുടെ കൂടെ പോകാൻ അനുമതിയുണ്ടായിട്ടും കാത്തുകടിയുന്ന ഉമ്മയുടെ മുഖം കാണാൻ കൊതിയുണ്ടായിട്ടും ഈ പൊന്നുമോൻ പറയുകയാണ്, യാ അബീ, ഇല്ല ഇല്ല, ഞാൻ അങ്ങയുടെ കൂടെ വരുന്നില്ല, ഞാൻ ഈ പ്രവാചകരുടെ സവിധത്തിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചുപോയി, അല്ലയോ മകനെ, സ്വതന്ത്രനായി നിന്റെ മാതാപിതാക്കളുടെ പരിസരത്തു ജീവിക്കാനുള്ള അവസരം കിട്ടിയിട്ട് നീ അത് വെറുതെ കളയുകയാണോ? ഇവിടെ നീ ഒരടിമയായി ജീവിക്കുകയാണോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ, ഇല്ല, നിങ്ങൾ പറയുന്നത് പോലെ ഒരു അടിമത്തത്തിന്റെ വേദനയോ അതേ പരിഹാസമോ അസ്വസ്ഥതയോ ഞാനിവിടെ അനുഭവിക്കുന്നില്ല, ഞാൻ അഭിമുഖീകരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടം വിട്ടു പോരാൻ ഒരുക്കമല്ല എന്ന് ആ പൊന്നുമോൻ പറഞ്ഞപ്പോഴാണ് അതാ ആ സമയത്ത് മനോവ്യതയോടെ നിൽക്കുന്ന പിതാവിൻ്റെ മനസ്സിനെ കൂടെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ നേതാവാ സയ്യിദ് എന്ന പൊന്നുമോന്റെ കയ്യും പിടിച്ചിട്ട് ഇസ്മായിലിലേക്ക് ചെല്ലുകയാണ്. കഅബാലയത്തിന്റെ ചുറ്റുവട്ടത്ത് ഖുറൈശികളുണ്ട്. അവരെല്ലാവരും നോക്കി നിൽക്കേ ലോകത്തിന്റെ നേതാവ് ആ കുട്ടിയുടെ കയ്യും പിടിച്ചിട്ട് കഅബയുടെ പരിസരത്ത് ചെന്നിട്ട്, യാ മഅ്ശറ ഖുറൈശ്, ഓ ഖുറൈശികളെ, ഞാനിതാ ഒരു കാര്യം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ആ കാര്യമെന്നറിയുമോ? അത് മറ്റൊന്നുമല്ല, ഇതാരാണെന്നറിയുമോ? സെയ്ദ് ഇബ്നു ഹാരിസയുടെ കൈ പിടിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് പറയുന്നു, ഹാദാ ഇബ്നീ, അല്ലയോ ഇന്നു മുതൽ, അല്ലയോ ഈ ദിവസം മുതൽ ഇവൻ എൻ്റെ മകനാണ്. അതേ, എരിതുനീ വയരിതുഹു, അവനെ ഞാൻ അനന്തരമെടുക്കും, അവൻ എന്നെയും അനന്തരമെടുക്കും എന്ന് ലോകത്തിന്റെ നേതാവ് സെയ്ദ് ഇബ്നു ഹാരിസ എന്ന പൊന്നുമോന്റെ കൈ പിടിച്ചിട്ട് ആ ഖുറൈശികളെ സാക്ഷി നിർത്തിയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ നിമിഷം മുതലാണ് അതുവരെ സെയ്ദ് ഇബ്നു ഹാരിസ എന്ന് വിളിച്ചു പോന്നിരുന്ന സെയ്ദിനെ മക്കയിൽ വെച്ച് സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് വിളിക്കപ്പെട്ടു പോയി. കാരുണ്യവാനായ പ്രവാചകന്റെ സ്നേഹപൂർണമായ ഇടപെടലിന്റെ ഒരു കാഴ്ച ഞാൻ അറിയാതെ ഈ സദസ്സിലേക്ക് കടന്നു വന്നതാണ്. ഞാനത് പറയണമെന്ന് നനച്ചിട്ട് പറഞ്ഞതല്ല. പിന്നെ എന്തിനാ പറഞ്ഞത്? മുത്തുനബിയുടെ പൊറ്റുപുത്രനാണ് സെയ്ദ്. ആ സെയ്ദ് എന്ന പൊറ്റുപുത്രൻ എത്രയോ നാള് ഹബീബിന്റെ കൂടെയുണ്ട്. ആ പൊറ്റുപുത്രൻ അറിയുമോ? ഹബീബിനെ പൂർണ്ണാർത്ഥത്തില് അവർക്കും അറിയില്ല. ഇനിയോ അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹായുടെ പ്രിയപ്പെട്ട പുത്രനുണ്ട്.
അതനസാണ്. അനസിനുള്ള ഭാഗ്യം എന്താണ്? അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖാദിമാകാൻ ഭാഗ്യം ലഭിച്ച അനുയായിയാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, തുടർച്ചയായൊരു 10 വർഷം ഞാൻ എൻ്റെ മുത്തുനബിക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് എന്നോട് ആ പ്രിയപ്പെട്ട പ്രവാചകർ നീരസപ്പെടുത്തുന്ന ഒരു വാചകം പറഞ്ഞില്ല. നീ എന്തേ അനസേ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല. നീ എന്തേ ഇങ്ങനെ ചെയ്യാതിരുന്നു എന്നും ചോദിച്ചിട്ടില്ല. അത്തരമൊരു വാചകം പോലും അനുഭവിക്കാതെ 10 വർഷക്കാലം ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മുത്തുനബിയോടൊപ്പം ചേർന്നു ജീവിച്ച അനസ് തങ്ങളോട് ചോദിക്കൂ, നിങ്ങൾക്ക് മുത്തുനബിയെ കുറിച്ച് പൂർണ്ണാർത്ഥത്തിൽ അറിയുമോ എന്ന് ചോദിച്ചാൽ ലാ, ഇല്ല ഇല്ല. അവിടുത്തെ ഹബീബിന്റെ ജമാലിയത്തുള്ള മുഖത്തിന്റെ ആ ജമാലിയത്തും ജലാലിയത്തും പോലും ഈ കണ്ണുകളെ കൊണ്ട് നോക്കിക്കാണാൻ പറ്റിയിട്ടില്ല, ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ ആ മുഖകാന്തിയുടെ ജലാലിയത്തും ജമാലിയത്തും പോലും നേരിട്ട് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കെൽപ്പില്ല എന്ന് പറഞ്ഞ സ്വഹാബാക്കൾക്ക് പോലും ലോകത്തിന്റെ നേതാവിനെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ആ പ്രവാചകനെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ വെച്ച് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയുക? ഒരാൾക്കും കഴിയൂല. അതുകൊണ്ടാണ് മുഹമ്മദുൽ ബൂസൂരി തങ്ങൾ പറഞ്ഞത്, പിന്നെ എന്തേ സംഭവിച്ചിട്ടുള്ളൂ? സ്വപ്നത്തിൽ, അതേ ഉറക്കിൽ ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്. ആ കാണുന്ന കാഴ്ച പോലെയാണ് മുത്തുനബിയുടെ ജീവിതത്തിലെ ചില കാഴ്ചകളെ കണ്ടതുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് കാണാത്ത കാഴ്ചകളുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് എന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പലതുമുണ്ട്. അതാണ് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് എന്ന സെലക്ഷൻ ലഭിക്കുമ്പോൾ മുത്തുനബിക്ക് ഇഷ്ടമുള്ളതെല്ലാം അല്ലാഹു സാധിപ്പിക്കുകയാണ്. ആ ഇഷ്ടങ്ങളിൽപ്പെട്ട ഒരു ഇഷ്ടമാണ് കഅബാലയം ഖിബ്ലയാകണം. കഅബാലയം ഖിബ്ലയാകണം. ആ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച് നടക്കുകയാണ്. പലപ്പോഴും നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അതിനുള്ള വല്ല നിർദ്ദേശങ്ങളും വരുന്നുണ്ടോ എന്ന് ആലോചിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ അതേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ മാസത്തിലായിരിക്കുമ്പോൾ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. എങ്ങനെയാണ്? അതേ അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. 16 ഔ 17 ശഹറാ, അതേ 16 മാസമോ അല്ലെങ്കിൽ 17 മാസമോ. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുഹിബ്ബു അൻ യുവജ്ജിഹ ഇലൽ കഅബതി, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ അവിടുത്തേക്ക് വല്ലാതെ ഇഷ്ടമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. ആ
താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അല്ലാഹു ഇറക്കി കൊടുക്കുകയാണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലൂ വുജൂഹകും ശത്റഹു വഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ സൂക്തമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കി കൊടുക്കുകയാണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴാണ് നിർദ്ദേശം വരിക എന്ന പ്രതീക്ഷയോടെ ആകാശലോകത്ത് നിരീക്ഷണ മനസ്സോടെ നിൽക്കുന്ന ലോകാനുഗ്രഹിയായ പ്രിയപ്പെട്ട പ്രവാചകർ, ആ പ്രവാചകരുടെ അതാ നിരീക്ഷണവും പ്രതീക്ഷയും അതിനെ അതാ സാക്ഷാത്കരിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ അല്ലാഹു അതേ നിർദ്ദേശിക്കുകയാണ്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. ഓ നബിയേ, തിരിഞ്ഞോളൂ, തിരിഞ്ഞു നിസ്കരിച്ചോളൂ. അങ്ങയ്ക്കിഷ്ടമുള്ള ഖിബില, അങ്ങയ്ക്കിഷ്ടമുള്ള ഖിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചോളൂ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് അങ്ങയുടെ മുഖത്തെ തിരിച്ചോളൂ. ഹൈസുമാ കുന്തും, നിങ്ങളേതു ഭാഗത്താണെങ്കിലും നിങ്ങളാ അതേ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക്, കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് നിങ്ങളെ മുഖം തിരിച്ചോളൂ. അല്ലാഹു അവന്റെ പ്രിയപ്പെട്ട ഹബീബിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് ഇഷ്ടപ്പെട്ട ഖിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ അനുമതി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അഹ്മദ് റസാ ഖാൻ ബറേലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുത്തുനബിയെ വിശേഷിപ്പിച്ചത് കഅബാക ഖിബല, കഅബാക ഖിബല. കഅബയുടെ ഖിബലയാരാണ്? അത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കഅബ ഖിബലയാകാൻ കാരണക്കാരായ ലോകത്തിന്റെ നേതാവല്ലയോ കഅബയുടെ ഖിബല. ആ ഖിബലയാകുന്ന മുത്തുനബിയിലേക്കാണ് കഅബയുടെ നോട്ടമുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു അവന്റെ ഹബീബിനെ സന്തോഷിപ്പിക്കുകയാണ്. ഈ സൂക്തമിറക്കി കൊടുത്തിട്ട് ആ നിലക്ക് സൂക്തമിറങ്ങിയത് എപ്പോഴാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് ഈ സന്തോഷത്തിന്റെ വർത്തമാനം കിട്ടിയത്, ഈ ഒരു നിർദ്ദേശമുണ്ടായത് അത് അതാ ശഅബാനിലാണ് എന്ന് അതേ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാസമായത് വെറുതെയല്ല, അല്ലാഹു അവിടുത്തോട് വല്ലാത്ത സ്നേഹവും ആദരവും കാണിച്ച മാസമാണ്. ഇനിയോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റൊരാദരവ് നൽകപ്പെട്ട മാസമാണ്. ഈ മാസം എന്ന് പറയുന്നത് മഹാനായ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ഖീല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അറഫ്ന അസ്സലാമ അലൈക ഫകൈഫ അസ്സലാത്തു അലൈക. എങ്ങനെയാണ് അങ്ങയ്ക്ക് സലാം പറയേണ്ടത്, എങ്ങനെയാണ് അതേ അങ്ങയ്ക്ക് സലാം പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയ്ക്ക് എങ്ങനെയാണ് സ്വലാത്തു ചൊല്ലേണ്ടത് എന്നൊന്നറിയിച്ചു തരുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ
ഫനസലത്ത് ആ സമയത്ത് ഇറങ്ങുകയാണ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു ഖുർആനിലൂടെ പറയാണ്, വല്ലാത്തൊരാദരവാണത്, വല്ലാത്തൊരു സ്നേഹപ്രകടനമാണത്. ഇന്നല്ലാഹ വമലായിക, അല്ലാഹുവും അവന്റെ മലായികത്തുകളും യുസല്ലൂന അലൻ നബിയ്യി, അവന്റെ ദൂതരുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. പലപ്പോഴായി നമ്മൾ അതിന്റെ വിശദീകരണങ്ങൾ കേട്ടിട്ടുണ്ട്. ഒറ്റ കാര്യമേ ഞാൻ അതിൽ പറയുന്നുള്ളൂ. ആ പ്രയോഗത്തിനു വല്ലാത്ത സൗന്ദര്യമുണ്ട്. അല്ലാഹു അവന്റെ ഹബീബിനെ ആദരിച്ചത് എങ്ങനെയാണ്? മറ്റെല്ലാ പ്രവാചകരിൽ നിന്നും വ്യത്യസ്തമായി അല്ലാഹു അവന്റെ ഹബീബിനെ ആദരിച്ചിരിക്കുകയാണ്. ആ ഹബീബിനെ പുകഴ്ത്തുന്ന പണി അല്ലാഹു തന്നെ നിർവഹിച്ചുകൊണ്ട് അത് വേറെ ഒരു പ്രവാചകന്മാർക്കും അങ്ങനെ ലഭിച്ചിട്ടില്ല. ആ ഒരാദരവ് ലഭിച്ചിട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ ഹബീബിനെ പുകഴ്ത്തുകയാണ്. മലായികത്തുകൾ അവിടുത്തേക്ക് സ്വലാത്ത് ചൊല്ലുകയാണ്. എങ്ങനെയാണ് ആ സ്വലാത്ത്? എങ്ങനെയാണ് ആ സലാം? പുകഴ്ത്തൽ അല്ലാഹുവിന്റെ പുകഴ്ത്തലും മലായികത്തിന്റെ പുകഴ്ത്തലും സ്വലാത്തും എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു സമയത്തല്ല. അറബി വ്യാകരണ ശാസ്ത്രം അറിയുന്നവർക്കറിയാം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ, ഒരു ഇസ്മിയായ ജുംലയാണ് അവിടെയുള്ളത്. അതിനുശേഷം അതാ ഒരു മുവാരിയായ പ്രയോഗമാണ് വരുന്നത്. ഇന്നല്ലാഹ വയുസല്ലൂന അലൻ നബിയ്യ, ഇങ്ങനെയാണല്ലോ ഉള്ളത്. ആ നിലക്ക് പ്രയോഗം വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് വിശദീകരിച്ചു. ഈ ഒരു പ്രയോഗം കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യം അർത്ഥം അതിന് കിട്ടുന്നുണ്ട്. ഒന്നെന്താണ്? അത്തജദ്ദുദ്, ആ സ്വലാത്ത് ചെയ്യുന്നു എന്നുള്ളത് അതിനെപ്പോഴും പുതുമയുണ്ട്. ആ പുതുമ നഷ്ടപ്പെടുന്നില്ല. ഓരോ പുതിയ പുതിയ കാര്യങ്ങളാണ് നിരന്തരമാ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയപ്പെടുന്നത്. വൽ ഇസ്തിംറാർ, രണ്ടാമത്തെ അർത്ഥതലം എന്താണ്? അതാ എന്നും നിലനിൽക്കുന്നു എന്നാണ്. ഒരു സെക്കൻഡ് പോലും ഒഴിവാകാതെ പുണ്യപ്രവാചകരുടെ പ്രകീർത്തനം പടച്ച റബ്ബ് തന്നെ സംവിധാനിക്കുകയാണ്. മലായികത്തുകൾ അതിന് അതാ വിധേയപ്പെടുകയാണ്. ഇതാ വാചകത്തിന്റെ അർത്ഥതലങ്ങളിലെ വിശദീകരണത്തിന്റെ ഭാഗമാണ്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയപരിമിതിയുള്ളതുകൊണ്ട്. സ്നേഹജനങ്ങളെ, അല്ലാഹു അവന്റെ ഹബീബിന് കൊടുക്കുന്ന ആദരവിന്റെ തലമാ മനസ്സിലാക്കേണ്ടത്. ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെ ഇടതടവില്ലാതെ ലോകാനുഗ്രഹിയായ പുണ്യപ്രവാചകരുടെ മേലിൽ പുകഴ്ത്തൽ പടച്ച റബ്ബ് നടത്തുകയാണ്. പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളായ അടിമകളായ നമ്മൾ പുകഴ്ത്തുന്നതിന് കുറവ് വരുത്തേണ്ടതുണ്ടോ? അതിൽ ബുഖ്ല് കാണിക്കേണ്ടതുണ്ടോ? ഇല്ല. ചില ആളുകൾക്ക് പ്രവാചകരെ വല്ലാതെ പുകഴ്ത്തുമ്പം ബേജാറാണ്. അതൊക്കെ ഒരു ബിദ്അത്തായി പോകുന്നുള്ള ബേജാറാണ്. ബുറുദയുടെ വരികൾ ചെല്ലുമ്പോൾ അത് ശിർക്കിന്റെ വരികളാണെന്ന് തോന്നുകയാണ്. മൗലീദിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് ഇസ്ലാമിന്റെ പരിധിക്ക് പുറത്താണെന്ന് പറയുകയാണ്. റബീഉൽ അവ്വലിൽ പ്രത്യേകമായ മജ്ലിസുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുമ്പോൾ അത് ഇസ്ലാമല്ല എന്ന് പറയാണ്. എന്നാൽ അവരുടെ നേതാക്കൾക്ക് വേണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചാൽ, സദസ്സു സംഘടിപ്പിച്ചാൽ, അവരെക്കുറിച്ചുള്ള പഠനത്തിനു വേണ്ട സദസ്സുകൾ സംഘടിപ്പിച്ചാൽ അതിന് കുഴപ്പമില്ല. ലോകത്തിന്റെ മുഴുവൻ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയുള്ള സദസ്സ് അത് അലർജിയാണ്, അത് അസ്വസ്ഥതയാണ്, ഈമാനില്ലാത്തതിന്റെ പേരിലാണ്. ഞാൻ അതിലേക്കും ദീർഘമായി കടന്നു പോകുന്നില്ല. ഓ മുഅ്മിനീങ്ങളെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്നതിനൊരു മടിയും വേണ്ട, അതിനൊരു ലുബ്ധും ആവശ്യമില്ല. എത്ര സലാത്ത് ചെല്ലാൻ പറ്റുമോ അത്രയും സലാത്ത് ചൊല്ലിക്കോളി. നിങ്ങൾക്ക് ഏത് സലാത്താണ് ചെല്ലാൻ പറ്റുക? ചില ആളുകളെ വാദം എല്ലാ സലാത്തും ചെല്ലാൻ പറ്റൂല, ചില സലാത്തെ ചെല്ലാൻ പറ്റൂ എന്ന് പറയും. ആ വാദം ശരിയല്ല. അല്ലാഹു സ്വലാത്ത് ചെല്ലാനേ പറഞ്ഞിട്ടുള്ളൂ. ആ സ്വലാത്തിൽ ഫളിലുള്ള സ്വലാത്തുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത് ഫളിലുള്ളതാണ്, സംശയം ഇല്ല. അതുപോലെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്തുണ്ട്. ആ സ്വലാത്തിന് ഹബീബിന്റെ അധരങ്ങളിൽ നിന്ന് വന്നതെന്ന അർത്ഥത്തിൽ ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ അത് മാത്രമാണോ സ്വലാത്ത്? അല്ല, അല്ല. ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഏതൊക്കെ വിധത്തിൽ നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ? അതുകൊണ്ടാണ് മഹാന്മാരാകുന്ന ഇമാമീങ്ങൾ അവരാഗ്രഹിച്ച കാര്യം എന്താണ്? എൻ്റെ മുത്തുനബിയോട് എനിക്ക് ബന്ധം കിട്ടണം. ആ ബന്ധം കിട്ടാൻ വേണ്ടി അവർ ചിന്തിച്ചു, ഞാൻ എൻ്റെ വകയിൽ അതാ ഹബീബിന്റെ മഹത്വം ചേർത്തു വെച്ചുകൊണ്ടൊരു സ്വലാത്ത് ഉണ്ടാക്കിയാലോ. അങ്ങനെയാണ് മഹാനായ സുലൈമാനുൽ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ ക്രോഡീകരണം ഉണ്ടാക്കുന്നത്. ഓരോ ദിവസവും ചെല്ലാനുള്ള സ്വലാത്ത് സലാമിന്റെ വചനങ്ങൾ ചേർത്തു വെച്ച ആ ഒരു ക്രോഡീകരിച്ച കാര്യം അതെന്തിനാ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്കൊരു ആത്മബന്ധം കിട്ടണം. ആ ആത്മബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ അവിടുത്തെ അതാ ശ്രേഷ്ഠമായ നാമങ്ങളെ ചേർത്തു വെച്ചുകൊണ്ട്, മഹത്വങ്ങളെ ചേർത്തു വെച്ചുകൊണ്ട് ഞാൻ അവിടുത്തേക്കൊരു സ്വലാത്ത് സദാ രൂപപ്പെടുത്തുകയാണ്. അങ്ങനെ രൂപപ്പെടുത്തിയ എത്രയെത്ര സ്വലാത്തുകളുണ്ട്. സലാത്തുൽ ആളമുണ്ട്, സലാത്തുൻ നാരിയയുണ്ട്, സലാത്തു താജുണ്ട്, ഇങ്ങനെ ഒരുപാട് സ്വലാത്തുണ്ട്. അതെല്ലാം മഹാന്മാരാകുന്ന വലിയ വലിയ മാതേ ആലിമീങ്ങൾ, വലിയ ഇമാമീങ്ങൾ അതാ രൂപപ്പെടുത്തിയതാണ്. അവർക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അവരുടെ ചിന്ത അങ്ങനെയാണ്. അതുകൊണ്ടാണ് സുലൈമാനുൽ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സുകൊണ്ട് സ്നേഹിച്ചിട്ട് ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ ക്രോഡീകരണം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് അതാ വേദനിക്കുന്ന മനസ്സോടെ, ആകുലപ്പെടുന്ന ചിന്തയോടെ, വിതുമ്പുന്ന ഹൃദയത്തോടെ, ഒലിക്കുന്ന കണ്ണുനീരോടെ അവിടുന്ന് പാടിവെച്ചതെന്താണ്? യാ റഹ്മത്തല്ലാഹി ഇന്നി ഖായിഫും വജീലൂ, യാ നിഅമത്തല്ലാഹി ഇന്നി മുഫ്ലിസുൻ നാനി വലൈസ ലി അമലുൻ അൽഖല്ലി മാ ബിഹി സിവാ മഹബതികൽ ഉളമാ ഈമാനി. ചൊല്ല മൗലായ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം യാ റഹ്മത്തുള്ളാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തായി ഈ ഭൂമി ലോകത്തേക്ക് ഭവിച്ച നബിയെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഇന്നി ഖായിഫും വജിലു, ഞാനാകെ പേടിയിലാണ്, എൻ്റെ മനസ്സ് ആകെ പടക്കുകയാണ്, ഞാൻ ബേജാറിലാണ്. യാ നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തായി ഈ ഭൂമി ലോകത്തേക്ക് വന്ന നബിയേ, യാ നിഅമത്തല്ലാഹി യാ റഹ്മത്തല്ലാഹി ഇന്നി ഖായിഫുൻ വജീലൂ, യാ നിഅമത്തല്ലാഹ് ഇന്നി മുഫ്ലിസുൻ നാനി. ഓ അല്ലാഹുവിന്റെ നിഅമത്തായി വന്ന നബിയേ,
ഞാൻ ആകെ പാപ്പരാണ്. ഇന്നി മുഫ്ലിസുന്നാനി, ഒന്നുമില്ലാത്ത പാപ്പരാണ് ഞാൻ. വലൈസ ലീ അമലുൻ അൽഖൽ അലീമ ബിഹി, ഇല്ലല്ലോ സർവാധികാരങ്ങളെയും കൃത്യമായി അറിയുന്ന സർവാധികാരിയായ സൃഷ്ടാവിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ, അലീമായ റബ്ബിലേക്ക് ഞാൻ തിരിച്ചെത്തുമ്പോൾ എനിക്ക് പറയാനും സമർപ്പിക്കാനും ഒന്നുമില്ല. വലൈസ ലീ അമലുൻ, എൻ്റെ കയ്യിൽ ഒരു അമലുമില്ല. ഞാനാകെ ബേജാറിലാണ്, ഞാൻ പാപ്പരാൻ. പിന്നെ രക്ഷയുടെ മാർഗം എന്താണ്? അതേ അല്ലാഹുവിൻ വലൈസ ലീ അമലുൻ അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉളമാ വ ഈമാനി. നിന്റെ അല്ലാഹുവിൻ്റെ ദൂതരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്തല്ലാതെ, അനുരാഗമല്ലാതെ സൃഷ്ടാവിൻ്റെ സവിധത്തിൽ രക്ഷപ്പെടാൻ ഞാനൊന്നും ഒരുക്കി വച്ചിട്ടില്ല, ബാക്കി വച്ചിട്ടില്ല, കയ്യിലൊന്നുമില്ല. ആ മഹബ്ബത്തിന്റെ ഭാഗമാണ് അതേ അവിടുത്തേക്ക് വേണ്ടി സ്വലാത്ത് ക്രോഡീകരിച്ചത്. അതുകൊണ്ട് എനിക്ക് ആഖിറത്തിൽ രക്ഷ കിട്ടുമെന്ന വിചാരത്തിലാണ്. മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഇമാമിങ്ങൾ മുഴുവനും ഇങ്ങനെയാണ്, ഈ രൂപത്തിലാണ് പ്രതികരിച്ചത്. അല്ലാഹുവിൻ്റെ ഹബീബിലേക്ക് എങ്ങനെയൊക്കെ സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ, സലാം പറയാൻ പറ്റുമോ, അത് ചൊല്ലിക്കോളൂ. എൻ്റെ നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്തായി പറയട്ടെ, ഈ ശഅബാനിൽ നമ്മൾ ഒരുമിച്ച് കൂടിയ ഈ മാസത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ മാസത്തിൽ വളരെ കൂടുതൽ നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യം എന്താണ്? അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. എത്ര നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയുമോ അത്രയും നമ്മൾ ചൊല്ലി തീർത്തോളൂ. നമ്മുടെ കൈപിടിക്കാൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകുമല്ലോ, സംശയം വേണ്ടല്ലോ. കണ്ടില്ലേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലി ജീവിച്ച മഹാന്മാർ, അവരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ ആക്കിയില്ലല്ലോ, കൈയൊഴിച്ചില്ലല്ലോ. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഖാല മാത റജുലുൻ മിൻ ജീറാനി, എൻ്റെ അയൽവാസികളിൽ നിന്ന് ഒരാൾ മരിച്ചു. ഫറഅയ്തുഹു ഫിൽ മനാം, ഞാൻ അദ്ദേഹത്തെ ഉറക്കി കണ്ടു. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബികാ, ഓ മോനെ, നിന്നെ കൊണ്ട് അല്ലാഹു എന്തു പ്രവർത്തിച്ചു? നിന്നെ കൊണ്ട് എന്ത് അല്ലാഹു പ്രവർത്തിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഫഖാല യാ ശിബിലി, ആ സമയത്ത് മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഓ ശിബിലി, ഞാനാകെ ബേജാറിലായിരുന്നു, വെപ്രാളത്തിലായിരുന്നു. ആ നിലക്ക് ബേജാറാകാൻ വെറുതെയല്ല കാരണം. അതിൻ്റെ കാരണം എന്താണ്? അതേ, എനിക്ക് ശിക്ഷ നടപ്പിലാക്കപ്പെടുമോ എന്ന ബേജാറിലാണ്, അസ്വസ്ഥതയിലാണ് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്.
ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ, ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോൾ, അതേ എനിക്ക് അദാബ് വരുമോ, എനിക്ക് ഖബറിൽ ശിക്ഷ കിട്ടുമോ എന്ന വല്ലാത്തൊരു അസ്വസ്ഥതയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ശിക്ഷ എന്നിലേക്ക് വരുന്നു എന്ന തോന്നലാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് ഹാല ബൈനി വബൈനഹുമാ റജുലുൻ ജമീൽ, അതാ നല്ല സൗന്ദര്യമുള്ള രൂപത്തിൽ ഒരാൾ വരികയാണ്. എൻ്റെ അസ്വസ്ഥതക്കിടയിലാണ്, എന്നിലേക്ക് വരുന്ന ഉഖൂബത്തിൻ്റെയും മുന്നിലേക്കാണ്. നല്ല ഭംഗിയുള്ള രൂപത്തിൽ ഒരാൾ വരികയാണ്. ത്വയ്യിബുർ റായിഹ, വല്ലാത്തൊരു സുഗന്ധമാണ് ആ മനുഷ്യനുള്ളത്. ആ നിലക്ക് വല്ലാത്ത സുഗന്ധമുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ എൻ്റെ മുന്നിൽ ഇങ്ങ് വന്ന് നിൽക്കുകയാണ്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മൻ അന്ത, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ്, ഒരാശ്വാസമാണ്. അതേ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഫഖാൽ, അദ്ദേഹം എന്നോട് പറയാണ്, അന ശഖ്സുൻ, ഞാനൊരു വ്യക്തിയാണ്. എങ്ങനെയുള്ള വ്യക്തിയാണ്? അതേ, അല്ലാഹു എന്നെ സൃഷ്ടിച്ചതാണ്. എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്? എന്തിനാലാണ്? മിൻ കസറത്തി സ്വലാത്തിക അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളില്ലയോ? ജീവിതത്തിന്റെ വഴിയോരങ്ങളിൽ ചൊല്ലി തീർത്ത സ്വലാത്തുകളില്ലയോ? ആ സ്വലാത്തിൽ നിന്നാണ് എന്നെ രൂപപ്പെടുത്തിയത്. ഹദീസിലുണ്ടല്ലോ, വിശ്വാസികൾ ഖബറിൽ കിടക്കുമ്പോൾ അവരുടെ ജീവിതകാലത്തു ചെയ്ത ഹസനാത്തുകൾ നല്ല രൂപത്തിൽ ഖബറിൽ കൂട്ടിനായി വരുമെന്ന്, നേരം പോക്കിനായി വരുമെന്ന്. അതേപോലെ വരികയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ആ സ്വലാത്തിന്റെ കാരണമായിട്ടാണ്, ആ സ്വലാത്തിനെയാണ് നല്ല ഭംഗിയുള്ള ഒരു വ്യക്തിയായ നിലക്കെന്നെ അല്ലാഹു സൃഷ്ടിച്ചത്. എന്നിട്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടു പോയി. എന്താണ് കൽപ്പിക്കപ്പെട്ടത്? അങ്ങയെ സഹായിക്കണമെന്ന്. അങ്ങയ്ക്കെപ്പോൾ പ്രയാസമുണ്ടാകുന്നുവോ, അസ്വസ്ഥതയുണ്ടാകുന്നുവോ, ആ സമയത്തെല്ലാം നിങ്ങളെ സഹായിക്കാനുള്ള നിർദ്ദേശം അല്ലാഹു നൽകിയിട്ട് പറഞ്ഞേച്ചതാണെന്ന് മഹാനായ ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് തൻ്റെ അയൽക്കാരൻ്റെ വഫാത്തിനു ശേഷം സ്വപ്നത്തിലായി പറയുമ്പോൾ, മുഅ്മിനീങ്ങളെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ നമ്മൾ എത്ര വർദ്ധിപ്പിച്ചാലും നമുക്ക് നഷ്ടമാകില്ല. ഈ ശഅബാൻ മാസത്തിൽ ഒരുപാട് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ ഒരുക്കമാകണം, പ്രതിജ്ഞയെടുക്കണം. ജീവിതത്തിൽ എല്ലാ ദിവസവും 24 മണിക്കൂർ കഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഒരു 100 സ്വലാത്തെങ്കിലും ചെല്ലാത്ത ഒരൊറ്റ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടായിക്കൂടാ. അങ്ങനെ സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസവും എന്നിൽ നിന്ന് എനിക്ക് അടിഞ്ഞു പോയിക്കൂടാ. ഒന്ന് തീരുമാനിക്കാമോ? പ്രതിജ്ഞ എടുക്കാമോ? ഉമ്മവങ്ങന്മാരെ, രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, ആധുനികതയുടെ ആസുരതകളോട് സമരസപ്പെട്ട് ജീവിച്ചു പോകുമ്പോ മുത്തുനബിയുടെ തിരുചര്യയോട് വിരോധമായി പലതും പ്രവർത്തിച്ചു പോയെങ്കിൽ, സൃഷ്ടിച്ച നാഥന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അറിയാതെ സംഭവിച്ചു പോയെങ്കിൽ, അതിൽ നിന്നെല്ലാം രക്ഷ നേടിയിട്ട് സ്വർഗീയ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വളരണമോ, വികസിക്കണമോ?
ആത്മീയ വിശുദ്ധി നേടണമോ, റബ്ബിന്റെ കബൂലിയത്ത് വേണമോ, സ്വലാത്തിനെ വർദ്ധിപ്പിച്ചോളൂ, ഹബീബിനെ ഇഷ്ടം വെച്ചോളൂ, അവിടുത്തെ പുകഴ്ത്തിക്കോളൂ, നഷ്ടമാകില്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അതേ ഔലന്നാസി ഇലയ്യ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾ ആരാണെന്നറിയോ? അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അത് മറ്റാരുമല്ല, അതെന്നിലേക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ ആരാരും സഹായിക്കാനില്ലാത്ത ലോകത്ത് കൈപിടിക്കാൻ, ചേർത്തു നിർത്താൻ, നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഉള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ തങ്ങൾക്ക് വേണ്ടി അവിടത്തേക്ക് നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം, സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ചാൽ നമുക്കൊരു നഷ്ടവും വരാനില്ല. ദുനിയാവും രക്ഷയാണ്, ആഖിറവും രക്ഷയാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരിച്ച് സംസാരിക്കുന്നില്ല, സമയം പറഞ്ഞതാകുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. മുഅ്മിനീങ്ങളെ കണ്ടോ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഏർപ്പാടെന്താണ്? അദ്ദേഹം എപ്പോഴും ഇങ്ങനെ സ്വലാത്ത് ചൊല്ലലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാം പറയലാണ്, സ്വലാത്ത് ചൊല്ലലാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, കാന ബിൽ മദീനത്തി റജുലുൻ ലാ യഖൂമു വലാ യഖൂദു ഹത്താ യുസല്ലി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുണ്ടായിരുന്നു മദീനയിൽ, അവർ എഴുന്നേൽക്കുന്നില്ല, അതേ ഇരിക്കുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ, എഴുന്നേൽക്കുമ്പം സ്വലാത്ത് ചൊല്ലും, നടക്കുമ്പം സ്വലാത്ത് ചൊല്ലും, ഇരിക്കുമ്പം സ്വലാത്ത് ചൊല്ലും, ഭക്ഷണം കഴിക്കുമ്പം സ്വലാത്ത് ചൊല്ലും, ഭക്ഷണം കഴിഞ്ഞാലും സ്വലാത്ത് ചൊല്ലും, വസ്ത്രം അതേ ധരിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലും, ഉറങ്ങുമ്പോൾ സ്വലാത്ത് ചൊല്ലും, ഉണരുമ്പോൾ സ്വലാത്ത് ചൊല്ലും. ഇങ്ങനെ എല്ലാ സമയത്തും ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, മദീനയിലായിരുന്നു. ആ മനുഷ്യനെ കുറിച്ചുള്ള വിവരം അറിഞ്ഞു. ഫശാ ഖബറഹു വശാ അമലഹു ഇൻദൽ യഹൂദ്. മദീനയുടെ ഒരു ഭാഗത്തുള്ള ജൂതരായ ആളുകൾ, ആ ജൂതരായ ആളുകളിലേക്ക് ഈ മനുഷ്യനെ കുറിച്ചുള്ള വിവരം അറിഞ്ഞു, അയാളെ ഈ പ്രവൃത്തിയെ കുറിച്ചും അറിഞ്ഞു. അദ്ദേഹത്തിന്റെ ഏർപ്പാടെന്താണ്, ജോലി എന്താണ്? അദ്ദേഹം വിറക് വെട്ടി ജീവിക്കുന്ന മനുഷ്യനാണ്. ആ വിറക് വെട്ടി ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഏർപ്പാട് ഇങ്ങനെയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ജൂതരായ ആളുകൾ ഫതബിഅഹു യൗമൻ ലിൽ മൗദിഇ അല്ലദീ യഹ്തതിബു, അദ്ദേഹം വിറക് വെട്ടുന്ന സ്ഥലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ ജൂതരായ ആളുകൾ പോയി. 20 ഫാരിസൻ മിനൽ യഹൂദ്, യഹൂദികളിൽ നിന്നുള്ള ഒരു 20 കുതിരപ്പടയാളികൾ കുതിരയുടെ മുകളിൽ കയറിയിട്ട് അങ്ങനെ ചെന്നു. അപ്പോൾ അയാൾ ഇങ്ങനെ വിറക് വെട്ടുകയാണ്. ആ വിറക് വെട്ടുന്ന ഈ മനുഷ്യനെ അങ്ങ് പിടിച്ചു നിർത്തി. അയാളെ അങ്ങ് പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അന്തല്ലദീ ലാ തഖൂമു വലാ തജ്ലിസു വലാ തഅകുലു വലാ തശ്റബു ഹത്താ തുസല്ലി അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇരിക്കൂല, നിങ്ങൾ നിൽക്കൂല, നിങ്ങൾ കഴിക്കൂല, നിങ്ങൾ വെള്ളം കുടിക്കൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ അത് ശരിയാണോ? ഫഖാല
സമയത്ത് പറഞ്ഞു നഅം സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഫഖാലൂ ലഹു, ഇവര് ചോദിച്ചു, അല്ലയോ സഹോദരാ, ഈ ഞങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരാണുള്ളത്? ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക? അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. ഇവരെല്ലാരും കൂടെ എന്തു ചെയ്തു? ഫസ്തല്ലൂ ലിസാനഹു മിൻ ഫീഹി, അയാളെ വായിൽ നിന്ന് അതാ നാവിനെ ഇങ്ങ് വലിച്ചു, പുറത്തേക്ക് വലിച്ചെടുത്തു. വഖതഉ, ആ നാവിനെ ഇങ്ങ് മുറിച്ചു. വജഅലൂഹു ഫീ യദിഹി, അത് അദ്ദേഹത്തിന്റെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുത്തു. വഖാലൂ ലഹു, എന്നിട്ട് ആ ജൂതരായ ആളുകൾ ഈ മനുഷ്യനോട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ നബിയിക മുഹമ്മദിൻ, അതേ നീ ചെല്ലടാ, നിന്റെ പ്രവാചകനായ മുഹമ്മദിന്റെ അടുക്കലേക്ക് ചെല്ലൂ, എന്നിട്ട് അദ്ദേഹത്തോട് ഇതൊന്ന് മടക്കി വെച്ചു തരാൻ പറയൂ. ഈ നിലക്ക് വല്ലാത്ത ക്രൂരത ജൂതരായ ആളുകൾ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനോടുള്ള വെറുപ്പ് അവരങ്ങ് തീർത്തപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ സാധുവായ മനുഷ്യൻ മെല്ലെ നടക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിലുണ്ട്. ആ സമയത്ത് അതാ വരുന്നു, ഫനസല ജിബ്രീലു അലൈഹിസ്സലാം അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഖബറഹു അൽ ഖബറ, ഈ മനുഷ്യന്റെ വിവരങ്ങളെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബാബിൽ മസ്ജിദി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങ് വരുന്നു. വാതിൽക്കൽ പടിയിലതാ മസ്ജിദുൻ നബവിയുടെ വാതിലിന്റെ അവിടെ വന്നു നിൽക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ വരുന്നു. വഫമഹു മഖ്ലൂബും ബിദ്ദമി, വായ മുഴുവനും രക്തം പുരണ്ടിട്ടുണ്ട്, രക്തം അതാ കലർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. മുത്തുനബിയുടെ മുന്നിലെത്തിയപ്പോൾ അയാൾക്ക് വല്ലാത്ത സങ്കടം. അബിസ്സലാമി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അദ്ദേഹം സലാം കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. അങ്ങനെ കാണിച്ചപ്പോൾ ഫവദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈ നീട്ടി ഇലൽ ലിസാൻ, ആ നാവിലേക്ക് നീട്ടി. വഅഖദഹു മിൻ യദിർ റജുലി, ആ മനുഷ്യന്റെ കയ്യിലുള്ള കഷ്ണം മുറിച്ച നാവില്ലയോ, ആ നാവ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങെടുത്തു. വസവ്വാഹു ഫീ കഫിഹി, അതിനെ അതാ നേരെ അങ്ങ് വെച്ചു. വദഅല്ലാഹ ബിദ്ദഅവാത്, റബ്ബിനോട് അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു. ആ വായിലേക്ക് ഈ നാവിനെ അങ്ങ് ചേർത്ത് വെക്കുന്നു. ദഖല ഫീ ഫമിർ റജുലി വറജഅ മകാന, ആ നാവ് വായിലേക്ക് ചേർത്ത് വെച്ചിട്ട് അങ്ങ് വെച്ചപ്പോൾ അതേ നേരത്തെ ഉള്ളതുപോലെ നാവ് തൽസ്ഥിതിയിലേക്ക് അങ്ങ് മടങ്ങി അങ്ങ് കിട്ടിയപ്പോഴേക്ക് വഹുവ യുസല്ലി വയുസല്ലിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം സ്വലാത്ത് സലാം അങ്ങ് ചൊല്ലി. ഫഇൻദ ദാലിക അശാറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു ചെയ്തു? അദ്ദേഹം കൊണ്ടുവന്നൊരു വിറക് കെട്ടുണ്ട്. ആ വിറക് കെട്ട് അവിടെയുണ്ട്. വളരെ സാധുവാണല്ലോ. ആ വിറക് കെട്ടിലേക്ക് അങ്ങ് റസൂലുള്ള ഇശാറത്താക്കി. അപ്പോൾ ആ വിറക് കെട്ട് ഫസ്വാറത്ത് കുല്ലുഹാ ദഹബൻ വഫില്ല, അത് സ്വർണവും വെള്ളിയുമായി അങ്ങ് മാറി. അങ്ങനെ മാറിയപ്പോൾ വഖാല ലഹു യർഫ ഹസമതക, നിന്റെ ഈ കെട്ട് ഉയർത്തി പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഫഖാല ലഹു, ആ സമയത്ത് അതാ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഹാദാ മാലുൻ അദീം, ഇത് വല്ലാത്തൊരു ധനമായി പോയല്ലോ. വഖാഫ അൻ യശ്ഗലനി അൻ ഇബാദതി ഇബാദത്തി റബ്ബി, എനിക്ക് ഭയമാണ്. ആ ഭയം മറ്റൊന്നുമല്ല. അതെന്താണ് കാരണമെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ആ ഭയം മറ്റൊന്നുകൊണ്ടുമല്ല, എൻ്റെ ഇബാദത്തിന് തടസ്സമായി പോകുമോ എന്ന ബേജാറിലാണ്. ആ ബേജാറോടുകൂടെയാണ് ഈ മനുഷ്യൻ പറയുന്നത്. അതുകൊണ്ട് അതിനെ പൂർവസ്ഥിതിയിലേക്ക് തന്നെ മാറ്റണമെന്ന ആഗ്രഹമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ച് അവിടുത്തേക്ക് സ്വലാത്ത് സലാം ചൊല്ലിയാൽ ദുനിയാവിലും അവിടുത്തെ കൊണ്ട് സഹായം കിട്ടും, ആഖിറത്തിലും അവിടുത്തെ കൊണ്ട് സഹായം കിട്ടും. ഇത് ഉറപ്പിച്ചിട്ട് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം കേട്ടോ എന്ന് എൻ്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്തായി ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് ആത്മാവ് കൊണ്ട് സഞ്ചരിച്ചത്. മദീനയിലേക്ക് മനസ്സെത്തിയോ? ഖൽബ് മദീനയിലുണ്ടോ? പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ. നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു സലാം പറഞ്ഞ് പ്രഭാഷണം അവസാനിപ്പിക്കാമല്ലോ. പാപികളല്ലേ നമ്മള്, ദോഷികളല്ലേ നമ്മള്, ആഖിർ സമാനിലുള്ളവരല്ലേ നമ്മള്. അമലുകളെ കുറിച്ച് കൂടുതൽ പറയാനില്ലല്ലോ. തെറ്റുകളാണെങ്കിലോ ഒരുപാട് നമുക്ക് പറയാനുണ്ടല്ലോ. അതെല്ലാം ഈ ശഅബാനിന്റെ ഒരു രാത്രിയിൽ കഴുകി വൃത്തിയാക്കപ്പെടണ്ടേ. ഈ മജ്‌ലിസ് കൊണ്ട് ഈമാനും മഹബത്തും വർദ്ധിക്കേണ്ടതില്ലേ? അത് കൊതിച്ചിട്ടല്ലേ നമ്മൾ ഈ മജ്‌ലിസിൽ വന്നിരുന്നത്, ഈ മജ്‌ലിസിന് സഹായം നൽകിയത്, എല്ലാ സൗകര്യങ്ങളും നൽകിയത്. അത് മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്കൊന്ന് നോക്കണം, അവിടുന്ന് നമ്മെ ഒന്ന് സ്വീകരിക്കണം, അവിടുത്തെ സലാം ഈ മജ്‌ലിസിൽ വെച്ച് നമുക്കൊന്ന് തിരിച്ചു കിട്ടണം. ഈ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് വരുമോ? ഇലൽ മദീന, മുത്തുനബിയുടെ മദീനയാണ്, വിശുദ്ധമായ മദീനയാണ്. ഖൽബ് എവിടെ എത്തിയോ? മസ്ജിദുൻ നബവിയുടെ മിനാരങ്ങൾ കണ്ടോ? എന്ത് പ്രൗഢിയാണ്. അതേ, ആ മസ്ജിദുൻ നബവിയുടെ ഓരത്തുകൂടെ നടക്കുമ്പോൾ കാണാമല്ലോ അതിന്റെ സമീപത്ത് ജന്നത്തുൽ ബഖീഅ. ആ ബഖീൽ അന്തിയുറങ്ങുന്നത് ആരൊക്കെയാണ്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഉണ്ടല്ലോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുണ്ടല്ലോ, മുത്തുനബിയുടെ മക്കളും പേരക്കുട്ടികളും ഉണ്ടല്ലോ, അമ്മായിമാരുണ്ടല്ലോ. ഒരുപാട് മഹാന്മാർ അന്തിയുറങ്ങുന്ന നമുക്ക് അതേ ബഖീയാണല്ലോ. ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അവിടെ കിടക്കാനല്ലേ മദീന വിട്ടു പോകാതിരുന്നത്? അവിടുന്നും അവിടെ കിടക്കുന്നുണ്ടല്ലോ. അല്ലാഹുവേ, ആ ബഖീലൊന്ന് കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങളെ കൽബന്റെ കൂടെ വേണം. ഭക്ഷണം കയ്യിൽ കിട്ടുമ്പോൾ അത് വാങ്ങി അങ്ങ് കസേലയിൽ വെച്ചാൽ മതി. നിങ്ങൾ ആ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ കൊടുക്കരുത്. മനസ്സ് മദീനത്തേക്കാണ് വരേണ്ടത്, കൽബ് മുത്തുനബിയിലേക്കാണ് ചേരേണ്ടത്. ആ ഹബീബിനെ ഒന്ന് കൽബിലേക്ക് കൊണ്ടുവരാനാണ്. മുഅ്മിനീങ്ങളെ, ബഖീൽ നിന്ന് നമ്മൾ മെല്ലെ ഇറങ്ങിയാൽ കാണുന്ന കാഴ്ച എന്താണ്? ഖുബ്ബത്തുൽ ഖദറാ അല്ലേ, പച്ചക്കുബ്ബയല്ലയോ? അതേ, അതിന്റെ നേരെ അപ്പുറത്ത് എതിർവശത്തേക്ക് നടന്നാൽ അവിടെ ബാബുൽ ഹിജ്റയുണ്ട്, ബാബു ജിബ്രീലുണ്ട്,
ബാബു അബൂബക്കറിന് സിദ്ദീഖുണ്ട്. അങ്ങനെ ഒരുപാട് വാതിലുകളുണ്ട്. അതിൽ ഇങ്ങേയറ്റത്തെ വാതില് ബാബു സലമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നേരിട്ട് സലാം പറയാൻ കടന്നു ചെല്ലുന്ന വാതിലാണ്. ആ ബാബു സലാമിലേക്ക് നമ്മൾ എത്തിയോ? നമ്മുടെ ആത്മാവ് അവിടെ കൊണ്ടുപോയി വെച്ചോ? ആ വാതിലിലൂടെ മെല്ലെ മുന്നോട്ട് നടന്നാൽ അതേ ഇടതുഭാഗത്തു കാണാം മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീടിൻ്റെ എൻ്റെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് റൗളയാണ്, സ്വർഗമാണ്, ഭൂമിയിലെ സ്വർഗമാണ്. അതങ്ങനെ തന്നെ സ്വർഗത്തിലുണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആ റൗളയിലെത്തിയോ? അല്ലാഹുവേ, അവിടെ പോയി നിന്റെ മുന്നിൽ സുജൂദിലായി കിടന്ന് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി നിന്റെ വിശുദ്ധിയെ വാഴ്ത്തി സുജൂദിൽ ദീർഘമായി കിടക്കാൻ ജീവിതത്തിൽ പല ആവർത്തി ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. അവിടെ നിങ്ങൾ ചില തൂണുകൾ കണ്ടോ? ഉസ്തുവാനത്തു ആയിഷ കാണാമല്ലോ, ഉസ്തുവാനത്തു വുഫൂദ് കാണാമല്ലോ, ഉസ്തുവാനത്തു തൗബയും കാണാമല്ലോ. അല്ലാഹുവേ, ആ ഉസ്തുവാനത്തു തൗബ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, കൽബ് പൊട്ടി നിന്നിലേക്കൊന്ന് ഖേദിച്ചു മടങ്ങിയിട്ട് നിന്റെ കബൂലിയത്തുള്ള അടിമകളായി മാറാൻ ഞങ്ങൾക്ക് നീ ജീവിതത്തിൽ അവസരം നൽകണേ അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്നുകൂടെ മുന്നോട്ട് നടക്കുമോ? കാണുന്ന കാഴ്ച എന്താണ്? ഹുജറത്തു ശരീഫയാണ്. സ്വർണ്ണ നിറമുള്ള ഗ്രില്ല് കണ്ടോ? വെള്ള നിറമുള്ള മാർബിൾ പതിച്ച തൂണുകൾ കണ്ടോ? ആ തൂണുകൾക്കിടയിലെ ഗ്രില്ലിലേക്ക് നിങ്ങൾ നോക്കിയോ? ആ ഗ്രില്ലിൽ നിങ്ങൾ 3 ദ്വാരം കാണുന്നുണ്ടോ? അതിലൊന്നാമത്തെ ദ്വാരത്തിന് അഭിമുഖമായി കിടക്കുന്നതാരാന്നറിയോ? അതൊരു സാധാരണ വ്യക്തിയല്ല, അതൊരു നിസ്സാര വ്യക്തിയല്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദിൽ മുസ്തഖീൻ, ശംസുൽ ആരിഫീൻ, സിറാജുൽ സാലികീൻ, മിസ്ബാഹിൽ മുഖറബീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഖുറബാഇ വൽ മസാകീൻ, സയ്യിദുൽ ثقلين نبي الحرمين إمام القبلتين وسيلتنا إلى الله الحنان المنان سيد الأبرار محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളാണ് നമ്മുടെ കൈപിടിക്കേണ്ടത്. അവിടുന്നാണ് നമ്മെ ഏറ്റെടുക്കേണ്ടത്. അവിടുത്തെ റഹ്മത്തിൻ്റെ നോട്ടമാണ് നമുക്ക് കിട്ടേണ്ടത്. അവിടുത്തെ ഒരു സലാമാണ് നമുക്ക് ഈ മജ്‌ലിസിൽ തിരിച്ചു ലഭിക്കേണ്ടത്. പാപികളായ ദോഷികളായ നമുക്ക് അവിടുത്തേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഖൽബ് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരും ഒരു സലാം മദീനത്തേക്ക് അതവോടെ സ്നേഹത്തോടെ പറഞ്ഞോളൂ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا حبيب الله يا خليل الله. എല്ലാവരോടും ഇരിക്കുക. അല്ലാഹുവേ,
സാധുക്കളായ ഞങ്ങൾ നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറഞ്ഞ് അവസാനം അവിടുത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളൊരു സ്വലാത്ത് സലാം ഈ സദസ്സിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞയച്ചു. നീ അത് ഈ സമയത്തു തന്നെ മദീനയിൽ എത്തിക്കണം റഹ്മാനെ. അവിടുത്തെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളെ ഈ മജ്ലിസിലേക്ക് നീ തിരിച്ചു നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് അവിടുത്തെ തിരിച്ചുള്ള സലാം കിട്ടണം. നിന്റെ ഔദാര്യം കൊണ്ട് റൗള ശരീഫിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സിലേക്ക് നോക്കിയിട്ട് സാധുക്കളായ ഞങ്ങളിലേക്ക് നോക്കിയിട്ട് വഅലൈക്കുമുസ്സലാം എന്നൊരു സലാം പറയുന്നവരിൽ, അങ്ങനെ പറയപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒന്നിനും കൊള്ളാത്ത സാധുക്കളായ ഞങ്ങൾക്ക് നിന്റെ ഹബീബായ അഷ്റഫ്